ഇത്തരം പെയിൻറ്റിങ്ങുമായിട്ട് എനിക്ക് അങ്ങനെ അധികം പരിചയമില്ല. ആദ്യമായിട്ടാണ് ഒരു ഷോയിൽ ഇത്രയും പെയിൻറ്റിങ്സുകൾ കാണുന്നത്. ഇപ്പം പൂക്കളുടെ ഒരു ചിത്രം അവിടെ വരയ്ക്കുക ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടുതലും കമ്പ്യൂട്ടറിലാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പുതിയ സാധ്യതയാണ്. അതിനകത്തിപ്പം പരീക്ഷണാത്മകമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു പെയിൻറ്റിങ്ങിൽ ദൂരമൊക്കെ സെറ്റ് ചെയ്യുമ്പം ദൂരം ഒരിക്കലും പലപ്പോഴും മുകളിലായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വെർട്ടിക്കലായിട്ടാണ് ദൂരം അങ്ങ് മുകളിലാണ് വരുന്നത്. ദൂരമുള്ളൊരു സംഭവം വരുന്നത് മുകളിലാണ് വരുന്നത്. അതൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം മത്സ്യങ്ങളുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, 2 ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒഴുകി പോകുന്ന മത്സ്യങ്ങളുടെ ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അതിനെ വേറൊരു അൺറിയൽ വേർഡിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറയുമല്ലോ, ആഷൻ്റെ ഒരു ആർട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബ്സ്ട്രാക്റ്റിൻ്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ആർട്ടിൻ്റെ ഇതിനൊരു പ്രത്യേക ഒരു പ്രാദേശികമായ ഒരു ഐഡൻറ്റിറ്റി പറയാൻ പറ്റില്ല. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ഇതിനുള്ളത്. ഒരു ശൈലിയും ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു സ്റ്റൈലൈസ്ഡ് ആണ് പല ചിത്രങ്ങളും. എല്ലാ ചിത്രങ്ങളും സ്റ്റൈലൈസ്ഡ് ആണ്. ഇറ്റ് ഗീവ്സ് അസ് എ പ്ലസൻറ്റ് മൂഡ്. അത്തരത്തിലൊരു മൂഡ് ക്രിയേഷൻ ഇതിനകത്തുണ്ട്. മ്യൂസിക് പോലെയൊക്കെ തന്നെ ഒരു മൂഡ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്.